CPI പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി കർഷക സംഗമം നടത്തി. കാവശ്ശേരിയിലാണ് കർഷക സംഗമം നടത്തിയത്. കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കൃഷിമന്ത്രി പി പ്രസാദ് കർഷകരുമായി ചർച്ച ചെയ്ത് അവരുമായി സംവദിച്ച പരാതികൾ കേട്ട ശേഷമാണ് ഉദ്ഘാടന വേദിയിലേക്ക് നീങ്ങിയത്. കഴിഞ്ഞ രണ്ടാം വിളയുടെ നെല്ലിന് ലഭിക്കേണ്ട സംവരണ വില ലഭിക്കാത്തത്, കൃഷി നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികളെ നിയന്ത്രിക്കാൻ നടപടിയെടുക്കൽ, വികലാംഗനായ കർഷകന്റെ പരാതി എന്നിവ സശ്രദ്ധം ശ്രദ്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് കൃഷിമന്ത്രി കർഷക സംഗമം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. റോഡിൽ നെല്ല് കൂട്ടിയിട്ട് വരെ കർഷകർ പ്രതിഷേധിച്ചത് കേരളം മാറുന്നില്ല. അങ്ങനെയുള്ള അവസരത്തിലാണ് അന്നത്തെ ഒരു UDF ഗവൺമെൻറ് കാലത്ത്, ഞാൻ രാഷ്ട്രീയം പറയാൻ വേണ്ടിയല്ല, പാർട്ടി സമ്മേളനമാണെന്ന് തോന്നുന്നു, അന്നത്തെ കാലത്ത് ഇങ്ങനെ PRS എന്ന സംവിധാനത്തിൽ എത്തി. ബാങ്കുകളിൽ നിന്ന് സർക്കാർ ഈ തുക വായ്പയായിട്ട് എടുക്കുന്നു. ആ വായ്പ എടുക്കുന്നത് കർഷകരുടെ പേരിലാണെങ്കിൽ പോലും ഈ വായ്പയുടെ പലിശ അടക്കമുള്ള മുഴുവൻ പൈസയും സർക്കാർ തിരിച്ചടക്കും. അപ്പോൾ കർഷകർക്ക് അതിനകത്ത് ₹1 പോലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. മൊത്തത്തിൽ അല്ലാതെ ലോൺ തരിക എന്നുള്ളത് വീടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നതുകൊണ്ട് ഇങ്ങനെ പറ്റുകയുള്ളൂ എന്ന് കണക്കിലെടുത്തിട്ടാണ് അന്നത്തെ കാലത്ത് ഈ സംവിധാനം കൊണ്ടുവന്നത്. ഇത് സമയാസമയങ്ങളിൽ ഈ പൈസ ലഭ്യമാകാതെ വരുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി ബാങ്കുകൾക്ക് വായ്പ കിട്ടാൻ വേണം. ബാങ്കുകളെല്ലാം കിട്ടുന്നത് നമ്മുടെ നിക്ഷേപം മാത്രം വാങ്ങിക്കാനല്ല. നിക്ഷേപങ്ങൾ വാങ്ങിച്ച് ഒരിടത്ത് കൊണ്ടത് കൂട്ടിവെച്ചാൽ ആ പൈസ അങ്ങനെ വർദ്ധിക്കുകയില്ല. ഇത് വായ്പയായി കൊടുത്തെങ്കിൽ മാത്രം ഏത് ബാങ്കായാലും ഏത് പണമിടപാട് സ്ഥാപനത്തിനും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ചടങ്ങിൽ വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായി. കിസാൻ സഭ ദേശീയ സമിതി അംഗം ചാമുണ്ണി, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, കിസാൻ സഭ ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ പൊറ്റക്കാട്, PM അലി തുടങ്ങിയവർ കർഷക സംഗമത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.